എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുൽത്താനയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളുടെ ശരിയായ വസ്ത്രധാരണ രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ, അതായത് മുസ്ലിം സ്ത്രീകൾ മറക്കേണ്ട നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെ വെച്ചിട്ട്, ആരുടെയൊക്കെ മുമ്പിൽ, എപ്പോഴൊക്കെ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന നിസ്കാരത്തിൽ സ്ത്രീയുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ മറക്കേണ്ട ഭാഗങ്ങൾ, അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് സ്ത്രീയുടെ ഔറത്ത് കേട്ടോ. ഈ സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൻ്റെതായി ഇവിടുന്ന് മുൻകൈയും അതുപോലെ മുഖവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുൻകൈയും നമ്മുടെ മുഖവും എന്നുള്ളതിൻ്റെ അതിരും വരമ്പൊക്കെ പറഞ്ഞു, മേലെയും താഴെയും രണ്ട് സൈഡും അതുപോലെ തന്നെ കൈയിൻ്റെ ഭാഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു നിസ്കാരക്കുപ്പായം എടുത്തിട്ട് ഇടും, എന്നിട്ട് ചടപടേശ്വരം നിസ്കരിച്ചിട്ട് പോരും. ചിലർ ആക്കം പോലെ നിസ്കരിക്കണവരുണ്ട്, സാവധാനം വുളൂ ചെയ്തിട്ട് സാവധാനം നിസ്കരിക്കണവരും ഒക്കെ ഉണ്ട്. പലരും പല വിഭാഗത്തിൽ പെടുന്നവരാണ്. ചിലർ കുട്ടികളെ കരച്ചിലിൻ്റെ ഇടയിൽ നിസ്കരിക്കണവരായിരിക്കും, വീട്ടുജോലികളുടെ ഇടയിൽ നിന്നായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ജോലികളോ വേറെ എന്തൊക്കെയോ തിരക്കുന്ന നമ്മൾ വന്നിട്ട് നിസ്കരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വളരെയധികം റിലാക്സ്ഡ് ആവണ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ തിരക്കിൽ നിന്നല്ല നമ്മൾ ഒരിക്കലും നിസ്കരിക്കാൻ വരേണ്ടത്. ഓക്കെ, മനസ്സ് ഏകാഗ്രമായിട്ട് നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം സ്വീകരിക്കപ്പെടുള്ളൂ. ഇനി നിസ്കാരം സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മൾ വുളൂ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നല്ല, അതായത് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണ് വസ്ത്രധാരണം ചെയ്യേണ്ടത് എന്നുള്ളത്. സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്. ഞങ്ങൾ നിസ്കാരക്കുപ്പായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. വെള്ള ഡ്രസ്സാണ് ഇട്ട് നിസ്കരിക്കുന്നത്. ചിലർ പറയും ഞങ്ങൾ പുതിയ ഡ്രസ്സാണ് ഇട്ട് നിസ്കരിക്കുന്നത്. വർഷത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ ശരിക്കും ഒരു നിസ്കാരക്കുപ്പായം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ പെരുന്നാൾ അല്ലെങ്കിൽ ഒരു കല്യാണം വേറെ എന്തൊക്കെ പരിപാടിക്ക് നമ്മൾ ആയിരക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ പടച്ചോൻ്റെ മുന്നിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് നിസ്കാരമാണ്. ഈ നിസ്കാരത്തിൽ നമ്മൾ ഏറ്റവും വൃത്തിയും ഏറ്റവും നല്ലതുമായിട്ടുള്ള വസ്ത്രം സുഗന്ധം പൂശിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാൻ. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും നിസ്കരിച്ചിരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് വെള്ള ഡ്രസ്സായിരുന്നു. ഈ വെള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് അതിൽ ചളി ആയാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വെള്ള ഡ്രസ്സിൽ തന്നെ നമ്മൾ പണ്ടൊക്കെയുള്ള, അതായത് കുറച്ച് മുമ്പ് വരെയുള്ളത് ആളുകൾ നിസ്കരിച്ചിരുന്നതും ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. കൈ ഇതാ ഇങ്ങനെ ആയിരിക്കും, ചിലരുടെ കൈ ഇതിനേക്കാളും ലൂസ് ഉണ്ടായിരിക്കാം. കാരണം നിസ്കാരക്കുപ്പായത്തിന് കൈ നല്ല ലൂസ് ഉണ്ടാവും. നമ്മൾ ആ കൈയിനെ ഈ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ കുറച്ച് ലൂസ് വേണം, എന്നാലേ വേഗടാനും വരാനും പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ലൂസാക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ കൈയിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഗ്ലൗസ് ഇടുക, അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള വസ്ത്രത്തിന് ഇത്രയും വലിപ്പമുള്ളൊരു കൈയാകണം. അതല്ലാതെ നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാലുള്ളൊരു കാര്യം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഈ കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ താഴ്ത്തുമ്പോഴും ഇതിൽ കൂടെ കണ്ടോ കുറച്ച് ഭാഗങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ? ഈ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒക്കെയുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. കാരണം നിസ്കാരത്തിൻ്റെ മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ മറച്ചു കഴിഞ്ഞാലാണ് നിസ്കാരം സ്വീകരിക്കപ്പെടുക. ഇനി ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെ കൈ. ഇപ്പോൾ സാധാരണ നിസ്കാരക്കുപ്പായത്തിനാണെങ്കിലും ശരി, ഇതുപോലുള്ള കൈകളുള്ള നിസ്കാരക്കുപ്പായാണ് ഇങ്ങനെ ടൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ കയ്യിന് നല്ല വീതിയുണ്ട്, പക്ഷേ ഇത് എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ്. അതും ഇവിടെ വേണോട്ട് വരാൻ, ഇത് ഇങ്ങോട്ടും വരാൻ പാടില്ല ഇങ്ങോട്ടും വരാൻ പാടില്ല. നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം പുറത്തേക്ക് വെളിവാകുന്ന രീതിയിൽ വേണം നമ്മൾ കൈ മറക്കാൻ. ഓക്കെ, ഇനി തല മറക്കുന്നത് പറഞ്ഞുതരാം. തല മറക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ നമ്മൾ സാധാരണ എപ്പോഴും പണ്ടൊക്കെ ഉള്ള ഞാനൊക്കെ അധികം ചെയ്തിരുന്നൊരു കാര്യമാണ് ഇതുവരെ ആണ് പിന്നു കുത്തി വലിച്ചെടുത്തിട്ട് ഇവിടുത്തെ മുടി ഒക്കെ കണ്ടിട്ടായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഇവിടെ കുത്തുക, എന്നിട്ട് ഇതിനൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്തിൻ്റെ അതിൽ എന്നുള്ളതാ ഇങ്ങനെ, അതായത് താടി എല്ലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് പുറത്തേക്ക് വെളിവാക്കേണ്ടത്. ഇനി ഇപ്പോൾ ഉള്ള നിസ്കാരക്കുപ്പായം ഇട്ട് കഴിഞ്ഞാലുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോഴുള്ള നിസ്കാരക്കുപ്പായം കുറച്ച് മോഡേൺ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മക്കനെയും, അതായത് മുഖമക്കനെയും
ഡ്രസ്സും കൂടി ഒരുമിച്ചിട്ടുള്ള ഡ്രസ്സുകൾ, അതാണ് ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. അതിനിങ്ങനെ ഒരു വള്ളിയൊക്കെ തലയിൽ പിന്നിൽ കെട്ടാണ്ടാവും. പക്ഷേ അത് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഈ ഭാഗങ്ങളൊന്നും മറയില്ല. ഇവിടെയൊക്കെ പുറത്ത് കാണിക്കും, ഇവിടെയൊക്കെ പുറത്ത് കാണിക്കും. അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ, അത് മാത്രം ഇട്ട് നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിസ്കാരം ശരിയാവുകയില്ല. ഇനി എങ്ങനെയാണ് അത് ശരിയാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ഷാൾ വെച്ചിട്ട്, നമ്മുടെ സാധാരണ കോട്ടൺ ഷാൾ ഉണ്ടാകും, ഷാൾ വൃത്തിയുള്ളത് കേട്ടോ, കരിമ്പന അടിച്ചതോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ വലിച്ചെടുത്തതോ നിലത്ത് കടന്നിരുന്നതോ അങ്ങനത്തെ ഒന്നും ഇങ്ങോട്ട് എടുക്കല്. വൃത്തിയുള്ള, തിരുമ്പിയിട്ട് വൃത്തിയുള്ള, അലക്കി വൃത്തിയാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഷാള്, കോട്ടൻ്റെ ഷാളായാലും മതി. ആ ഷാള് നമ്മുടെ തലയും ഇവിടെ നിന്നും, അതായത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് വെളിവാക്കാത്ത രീതിയിലുള്ള ഷാളുകൾ, ചെറിയൊരു കനത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു ഷാളൊന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും വെളിവാകുന്നില്ല. അതുപോലെയുള്ളൊരു ഷാള് വെറുതെ ഒന്ന് ചുറ്റിയിട്ട് ഒരു ചെറിയൊരു പിന്ന് ഇവിടെ കുത്തിയാൽ മതി, അതവിടെ നേരെ നിൽക്കും. ആ പിന്ന് കുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു 50 വയസ്സായിട്ടുള്ള താത്താർ, അതായത് ഉമ്മമാർ, നമ്മളൊക്കെ ഉമ്മമാരെ പ്രായമുള്ളവർ പറയും എന്താണ്, എനിക്കത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെച്ചാൽ ഒരു തൊയിരക്കേടാണ് എന്നുള്ളത്. നിങ്ങൾ ഇത് വെക്കാതെ നിങ്ങൾ ഇവിടെയൊക്കെ കാണിച്ച്, ഇവിടെയൊക്കെ മുടിയുടെ സൈഡും ഒക്കെ കാണിച്ചിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ശരിയാവില്ല. നിങ്ങൾ ഈ വെറുതെ തലകുത്തി മറിയാന്നല്ലാണ്ട് നിസ്കാരം ഒരിക്കലും ശരിയാവില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നിസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വൃത്തിക്കും അതിൻ്റെതായ ചിട്ടയിലും അതിൻ്റെതായ മട്ടത്തിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. നമ്മളൊരു ഉസ്താദിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉസ്താദ് നമുക്ക് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്, ഇങ്ങനെ വന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ തുണിയും കുപ്പായൊക്കെ ഊരിയിട്ട് നിൽക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ നല്ല വൃത്തിയായി തല അത്രയും സമയം തലയിൽ ഒരു ഷാള് പോലും ഇടാത്ത നിങ്ങൾ തലയിൽ ഷാളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ വൃത്തിയാക്കി, കയ്യിൻ്റെ കുപ്പായൊക്കെ ഇങ്ങനെ, കുപ്പായത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയിട്ട് മാക്സിമം അടക്കി കുത്തിക്കിതാകും, അതൊക്കെ ഊരിയിട്ടിട്ട് വളരെ ഡീസൻ്റായിട്ട് നിങ്ങൾ നിൽക്കണില്ലേ? അങ്ങനെ ഡീസൻ്റായിട്ട് നിൽക്കാൻ നിങ്ങൾക്കൊരു ഉസ്താദിൻ്റെ മുന്നിൽ കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങളെയും ഈ ലോകത്തെയും പടച്ചിട്ടുള്ള പടച്ച തമ്പുരാൻ്റെ മുന്നിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അലസത കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അലസത കാണിക്കൂല. നമ്മൾ ആ സമയമാകുമ്പോഴത്തേനും കൊട്ടി പറഞ്ഞിട്ട് നിസ്കരിക്കുക എന്നല്ല, ആ നിസ്കരിക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കാനുണ്ട്. ഒരാളെ കാണിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടുന്നത്, ഫലം കിട്ടുന്നത് ആരും കാണണ്ട ഇരുട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? വെറും ഇരുട്ടത്ത് പോയി നിസ്കരിക്കുക എന്നുള്ളതല്ല. അള്ളാഹു നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയം, നമ്മൾ സുജൂദ് ചെയ്യുന്നത് അള്ളാഹിൻ്റെ മുന്നിലാണ്. അപ്പം അത്രയും അടുത്ത് നിൽക്കുന്ന സമയമാണ്. ചോദിച്ചാലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. പിന്നെ നമ്മളെ പരീക്ഷിക്കും കേട്ടോ, നമ്മൾ എത്ര ചോദിച്ചു കഴിഞ്ഞാലും ഒരുപാട് പരീക്ഷിക്കും. അത് നമുക്ക് എത്രത്തോളം ക്ഷമ ഉണ്ട്, നമ്മൾ അതിലെത്രത്തോളം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച നല്ലോണം പരീക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ആദരവായ റസൂലിനെ എത്രയോ പരീക്ഷിച്ചിട്ടുണ്ട്, അത്രയൊന്നും നമ്മൾ ആരും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ കഴിവതും നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. പുതിയ നിസ്കാരക്കുപ്പായം, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ആ പാക്കിൽ കെട്ടിന് ഷാളും ഡ്രസ് കുപ്പായം കൂടിയുള്ള അത് കെട്ടുന്നത് വാങ്ങണ്ടെന്നല്ല പറയുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷാൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഭാഗം, ഇവിടെ വരെയുള്ള ഭാഗങ്ങൾ മറച്ച് കഴിഞ്ഞിട്ട് തന്നെ നിസ്കരിക്കും. കാരണം ഈ ഒരു ഇത് മാത്രം നേരാക്കിയാൽ മതി, കൈയൊന്നും അതിനൊന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ലാസ്റ്റിക് വെച്ചിട്ട് ആ കൈയൊക്കെ അടിപൊളിയായിട്ട് സെക്യൂർ ചെയ്തിട്ട് തരും. അതുപോലെ തന്നെ നല്ല ലെങ്ത്തുമാണ്. അതുകൊണ്ട് വാങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ട് ഇപ്പോൾ. അത് നമുക്ക് കൊണ്ടു നടക്കാനും തിരുമ്പാനും അലക്കാനും ഇനിയിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതായതുകൊണ്ട് പിന്നെ നമ്മളെല്ലാ ആൾക്കാരും ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാ ആളുകളും അത് വാങ്ങുന്നുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാലും വാങ്ങുകയാണെന്ന് വെച്ചാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലും ഒരു ഷാൾ ഇതുപോലെ ചുറ്റിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഷാൾ ചുറ്റിയാൽ മതി. നേരെ നിന്ന് നിസ്കരിക്കുക. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ നമ്മളത് ചെയ്യുമ്പോൾ
ഇനിയിപ്പോൾ ചീത്തതെന്ന് പറയില്ലേ. നല്ല പ്രവർത്തികൾ നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലമുണ്ടാകുന്നത്. അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് വെറുതെ ഓരോന്ന് ചെയ്യരുത്. വെറുതെ സമയം കളയുകയാണ് എന്നുള്ളൂ. വെറുതെ കൈയും കാലിട്ടിട്ടൊന്നും ഇങ്ങനെ ഇതാക്കാതല്ല. ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് ഏകാഗ്രമായി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. നമുക്ക് ചില ഉസ്താദുമാരല്ല, നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടില്ല, എന്തെങ്കിലും ഒരു സാധനം കാണാനില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് നിസ്കരിച്ചാനാണ് നിന്നിട്ടുണ്ടെച്ചാൽ കാണാതായ സാധനം മറന്ന കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളതാണ്. അതിന് ദുആ ചെയ്യല്ല. കാരണം ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല. അപ്പം നമ്മളെ മൈൻഡിക്ക് തന്നെ കയറി വരുന്നുള്ളതാണ്. മനസ്സ് നമ്മൾ ഏകാഗ്രമാക്കണം. പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് പലരുടെയും ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്നുള്ളത്. മുന്നിൽ സിറാത്ത് പാലുണ്ട്, പിന്നിൽ ശൈത്താനുണ്ട്. 2 സൈഡിൽ, ഒരു സൈഡിൽ സ്വർഗവും ഒരു സൈഡിൽ നരകവും ഉണ്ട്. നേരെ നമ്മൾ ചെയ്യുന്നത് അള്ളാൻ്റെ മുന്നിലേക്കാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ മനസ്സ് ഏറ്റവും കൂടുതൽ ഏകാഗ്രത കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത്. ഈ ഒരു കാര്യം ചെയ്താൽ മതി. സൈഡിലും ഇവിടെയും മുമ്പിലും താഴെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു ബോധം വരുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷ്മതയിൽ നിസ്കരിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ സൂക്ഷ്മത നമ്മൾ കൈവിടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ളൊരു അവസരം കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.